കളത്തിലെല്ലായ്പ്പോഴും തൻ്റെ 100% നൽകുന്ന താരമാണ് വിരാട് കോഹ്ലി. ഏതെങ്കിലും തരത്തിൽ അതിനൊരു കുറവ് വന്നാൽ അത്രമാത്രം നിരാശ കോഹ്ലി കാണിക്കാറുമുണ്ട്. എന്നാൽ IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരം അതിൻ്റെ പീക്കുകളിലൊന്നായിരുന്നു. ഒരുപക്ഷെ കൈവിട്ട് പോയി എന്ന് തോന്നിച്ച രീതിയിൽ. വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരത്തിനിടെയാണ് സംഭവം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂരിനായി രണ്ടാമത്തെ പന്തിൽ തന്നെ സിക്സർ നേടിയാണ് കോഹ്ലി തുടങ്ങിയത്. ട്രെന്റ് ബൗൾട്ടിനെയാണ് കോഹ്ലി 6 തൂക്കിയത്. എന്നാൽ പിന്നീട് അദ്ദേഹം ബാക്ക് ഫുട്ടിലേക്ക് പോയി. പിന്നീടൊരു സിക്സർ പോലും നേടിയതുമില്ല. 4ാമത്തെ ഓവറിൽ ഒരു 4 അടിച്ച ശേഷം പിന്നീട് കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് ഒരു പന്ത് അതിർത്തി കടന്നത് 9ാം ഓവറിലായിരുന്നു. ഓപ്പണറായി ഇറങ്ങിയ കോഹ്ലി 38 പന്തിൽ നിന്ന് നേടിയത് 50 റൺസ്, ഒരു സിക്സറും 5 ബൗണ്ടറികളും അടങ്ങുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിങ്സ്. എന്നാൽ എല്ലാവരും കൂറ്റൻ അടിയടിച്ച മത്സരത്തിൽ കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നു. മുംബൈക്കെതിരെ 131.57 ആയിരുന്നു കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ്. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ എറിഞ്ഞ 15ാം ഓവറിലെ 4ാം പന്തിൽ സൂര്യകുമാർ യാദവാണ് കോഹ്ലിയെ ക്യാച്ചെടുത്ത് പുറത്താക്കിയത്. ടീം സ്കോർ 185-ൽ നിൽക്കെയാണ് കോഹ്ലി മടങ്ങിയത്. IPL-ലെ 65ാം അർദ്ധ സെഞ്ചുറി നേടിയിട്ടും കോഹ്ലിക്ക് ആഘോഷമുണ്ടായിരുന്നില്ല. അടുത്ത പന്തിൽ വിക്കറ്റ് വീണതോടെ കോഹ്ലി നിരാശ മുഴുവൻ പുറത്തു കാണിച്ചു. ഗ്ലൗസും ഹെൽമറ്റും ഡഗ്ഔട്ടിൽ തന്നെ വലിച്ചെറിഞ്ഞാണ് കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത്. ഏറെ നാളിന് ശേഷമാണ് കോഹ്ലിയെ ഈ വിധം നിരാശനായി കാണുന്നതും. സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞതിൻ്റെ അതൃപ്തി കൊണ്ടാകാം കോഹ്ലി ഈ വിധം പെരുമാറിയതെന്നാണ് ആരാധകർ പറയുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മോശമായെന്ന് വെച്ച് ഡഗ്ഔട്ടിൽ തന്നെ, അതും സഹതാരങ്ങളുടെ നേർക്ക് ഈ വിധം ഗ്ലൗവും ഹെൽമറ്റും ഊരിയെറിഞ്ഞത് മോശമായെന്നാണ് ചില ആരാധകരുടെ വിലയിരുത്തൽ. അതേസമയം തന്നെ അത്രമാത്രം റൺസിനോടുള്ള അഭിനിവേശം കൊണ്ടാണ് പ്രതീക്ഷിച്ച പോലെ സ്കോർ ഉയർത്താൻ പറ്റാത്തതിൽ കോഹ്ലി ആ വിധം പ്രതികരിച്ചതെന്ന് ചിലരും പറയുന്നു. ഇന്നലെ RCB ഇന്നിങ്സിൽ പ്രധാന താരങ്ങളിൽ കോഹ്ലിക്കായിരുന്നു മോശം സ്ട്രൈക്ക് റേറ്റ്. 20 പന്തിൽ 53 റൺസ് എടുത്ത ക്യാപ്റ്റൻ രജത് പട്ടിദാറിൻ്റേത് 265 ആയിരുന്നു. 36 പന്തിൽ 78 റൺസ് നേടിയ ഫിൽ സോൾട്ടിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 216.67. ടിം ഡേവിഡ് 212 സ്ട്രൈക്ക് റേറ്റിലും ബാറ്റ് വീശി. എല്ലാവരും തകർത്തടിച്ച മത്സരത്തിൽ RCB 4 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് എന്ന കൂറ്റൻ സ്കോർ നേടുന്നുണ്ട്. സീസണിലെ ഉയർന്ന 2ാമത്തെ മികച്ച ടോട്ടൽ. ഓപ്പണറായെത്തിയ സോൾട്ടും പിന്നീടെത്തിയ പട്ടിദാറും ആഞ്ഞടിച്ചു. 50 നേടിയെങ്കിലും പക്ഷേ കോഹ്ലിക്ക് സ്ട്രൈക്ക് റേറ്റ് ഉയർത്താനായില്ല. കോഹ്ലി റിട്ടയേർഡ് ഔട്ട് ആവണമെന്നാണ് സൈമൺ ഡൂൾ പറഞ്ഞത്. ടിം ഡേവിഡിനെ പോലെ ഒരു താരം ഇറങ്ങാനിരിക്കെ കോഹ്ലി ഈ വിധം സ്ലോ ഇന്നിങ്സ് കളിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഡൂൾ നിരീക്ഷിച്ചത്. പവർ പ്ലേയിൽ മികച്ച തുടക്കമാണ് കോഹ്ലിക്ക് ലഭിച്ചത്. 160-ന് മുകളിലായിരുന്നു ഒരു സമയത്ത് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ്. എന്നാൽ 7 മുതൽ 15 വരെയുള്ള മിഡിൽ ഓവറുകളിൽ കോഹ്ലിയുടെ ഇന്നിങ്സ് ഒച്ചിഴയും പോലെയായി. ഒരു സമയത്ത് 117 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. മറുവശത്ത് പട്ടിദാർ കത്തിക്കയറുമ്പോഴായിരുന്നു കോഹ്ലി ഈ വിധ മത്സരം സ്ലോ ആക്കിയത്. സീസണിലെ ഇതുവരെയുള്ള മത്സരങ്ങൾ ആകെ എടുത്തു നോക്കിയാലും RCB നിരയിൽ ടോപ്പ് ഓർഡർ ബാറ്റർമാരിൽ കോഹ്ലിക്കാണ് കുറവ് സ്ട്രൈക്ക് റേറ്റ്. ടിം ഡേവിഡ് 221.67 സ്ട്രൈക്ക് റേറ്റുമായി മുന്നിലുണ്ട്. 214.28 ക്യാപ്റ്റൻ രജത് പട്ടിദാറിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. മൂന്നാമത് ദേവദത്ത് പടിക്കൽ, സ്ട്രൈക്ക് റേറ്റ് 201.61. ഫിൽ സോൾട്ട് 178.38 സ്ട്രൈക്ക് റേറ്റുമായി 4ാമതുമുണ്ട്. 5ാമതുള്ള കോഹ്ലിയുടേത് 162.73. അതേസമയം കരിയറിൽ കോഹ്ലി ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന കാലഘട്ടം കൂടിയാണിതെന്ന് ഓർക്കണം. 2022-ൽ 115.99 ആയിരുന്നു കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ്. 2023-ൽ അത് 139.82 ആയി. 2024-ൽ 154.70 സ്ട്രൈക്ക് റേറ്റിലാണ് കോഹ്ലി ബാറ്റ് വീശിയത്. കഴിഞ്ഞ വർഷം അത് കുറഞ്ഞ് 144.71-ലെത്തി. കോഹ്ലിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ചേസ് മാസ്റ്ററാണ്. സിറ്റുവേഷൻ അനുസരിച്ച് കാൽക്കുലേഷനോടെ ബാറ്റ് വീശുന്ന താരമാണ്. എന്നാൽ ഇപ്പോൾ ആങ്കറിംഗ് ബാറ്റിംഗ് വേണോ വേണ്ടയോ എന്ന ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. പുതിയ കാലമാണ്. 200 ടോട്ടലൊന്നും സേഫ് അല്ലാത്ത കാലമാണ്. 300 ലക്ഷ്യമിടുന്ന കാലമാണ്. സ്വാഭാവികമായും ആ അന്തരം വ്യക്തവുമാണ്. മത്സരം ജയിച്ചെങ്കിലും കോഹ്ലി കുറെ കൂടി അഗ്രഷൻ കാണിച്ചെങ്കിൽ ടീം സ്കോർ 270-ന് മുകളിൽ പോകുമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത്. 15 വയസ്സുള്ള വൈഭവ് സൂര്യവംശി വെറും 15 ബോളിൽ 50 അടിച്ചു. സഞ്ജു സാംസൺ 26 ബോളിലാണ് 50 കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ 37-കാരനായ വിരാട് കോഹ്ലി 37 ബോളിലും 50 നേടിയിരിക്കുന്നു. എക്സിൽ കോഹ്ലിക്കെതിരെ ട്രോളുകളും വിമർശനങ്ങളും വലിയ രീതിയിൽ വന്നു കഴിഞ്ഞു. ഓരോ മത്സരത്തിലും പുതിയ റെക്കോർഡുകൾ എന്തെങ്കിലും സെറ്റ് ചെയ്യാറുള്ള കോഹ്ലി മുംബൈക്കെതിരെ വാങ്കഡയിലും പുതിയ റെക്കോർഡ് കുറിച്ചിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിനെതിരെ 1000 റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡ് കോഹ്ലി സ്വന്തമാക്കി.
ഫിൽ സോൾട്ടിനൊപ്പം 120 റൺസിന്റെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയ കോഹ്ലി ഇക്കാര്യത്തിലും ഒരു നാഴികക്കല്ല് പിന്നിട്ടു. 2020കളിൽ ഏറ്റവും അധികം സെഞ്ചുറി കൂട്ടുകെട്ടിന്റെ ഭാഗമായ താരമെന്ന നേട്ടം. കോഹ്ലിയുടെ 47ാമത് സെഞ്ചുറി കൂട്ടുകെട്ടാണിത്. ക്രിസ് ഗെയിലിനെയാണ് കോഹ്ലി ഇവിടെ മറികടന്നത്. അതേസമയം കോഹ്ലിയുടെ പരിക്കിനെക്കുറിച്ചുള്ള വാർത്തകളാണ് RCB ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കുന്നത്. RCBക്കായി ഫീൽഡ് ചെയ്യാൻ കോഹ്ലി ഇറങ്ങിയിരുന്നില്ല. ജേക്കബ് ബദലാണ് കോഹ്ലിക്ക് പകരം ഫീൽഡിങ്ങിന് ഇറങ്ങിയത്. കോഹ്ലിയുടെ കണങ്കാലിന് പരിക്കേറ്റിരുന്നു. ഇതാണ് താരം പിന്നീട് ഫീൽഡ് ചെയ്യാൻ ഇറങ്ങാതിരുന്നത്. ജാക്കറ്റ് ധരിച്ച് കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലിരുന്ന് മത്സരം കാണുന്ന ദൃശ്യങ്ങളും ഇതിനിടെ കാണിച്ചു. കടുത്ത പനി അതിജീവിച്ചാണ് കോഹ്ലി ബാറ്റ് ചെയ്തതെന്ന് കമന്ററി ബോക്സിൽ നിന്ന് രവി ശാസ്ത്രി പറയുകയും ചെയ്തു. ബുധനാഴ്ച ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ചിന്നസ്വാമിയിലാണ് RCBയുടെ അടുത്ത മത്സരം. അന്ന് കോഹ്ലി കളിക്കുമോ എന്ന് ഉറപ്പില്ല.